ഹായ് സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷിയർ സ്ട്രെസ് ആണ്. ഒരു ഗ്രാവിറ്റി ഡാമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പ്രിൻസിപ്പൽ സ്ട്രെസ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്തത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മളെല്ലാ ഫോഴ്സസിനെയും എന്ത് ചെയ്തു, റിസോൾവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമ്മളെല്ലാ ഫോഴ്സിനെയും റിസോൾവ് ചെയ്യണം. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക എങ്ങനെ ചെയ്യുന്നത് നോക്കുക. നമുക്കിവിടെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ടോ എന്ന് പറയുന്ന ഒരു ഷിയർ സ്ട്രെസ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. ടോ എന്നുള്ളൊരു ഷിയർ സ്ട്രെസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം ആ ഷിയർ ആക്ട് ചെയ്യുന്നത് ബി സി എന്നവിടെ വരുന്ന ഒരു ഫേസിലൂടെയാണ്. അതായത് ബി സി എന്നുള്ള ലൈന് ഒരു ലെങ്ത്തും ദെൻ ബാക്ക്വേർഡ് 1 മീറ്റർ ഒരു തിക്നെസ് അവിടെ ഉണ്ട്. ആ ഒരു ഫേസിലാണ് ബി സി ഇൻറ്റു 1 എന്ന് പറഞ്ഞ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ടോ എന്നുള്ള ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. സോ അവിടുത്തെ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ടോ ഇൻറ്റു ലെങ്ത് ഓഫ് ബി സി ഇൻറ്റു അവിടെ വരുന്ന ഒരു തിക്നെസ് 1, ദാറ്റ് ഈസ് ടോ ഇൻറ്റു ഡി വൈ ഇൻറ്റു 1. അതാണ് എന്ത് അവിടെ വരുന്ന ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ്. ദെൻ അനദർ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ 1 ഡി ആർ എന്ന് പറഞ്ഞ ഒരു ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് വരുന്നുണ്ടാവും. അത് റൈറ്റ് വേർഡ് ആണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പോസിറ്റീവ് മറ്റേ നെഗറ്റീവ് കൊടുക്കണം. അപ്പോൾ ടോ ഡി വൈ എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്, സിഗ്മ 1 ഡി ആറിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് പോകുന്നത്. അപ്പോൾ അത് ഓപ്പോസിറ്റ് സൈന് വരും. ദെൻ ടോ ഡി വൈൻ്റെ സെയിം ഡയറക്ഷനിലാണ് എന്ത് വരുന്നത്, നമ്മൾ പി ഡി എസ് എന്ന് പറഞ്ഞ ഫോഴ്സിൻ്റെ എ സി പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന പി ഡി എസ് എന്ന് പറഞ്ഞ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്കത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും നമ്മുടെ ഇക്വേഷൻ. അതായത് നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫോഴ്സുകളുടെ ഇക്വിലിബ്രിയം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർ ഇക്വേഷൻ വിൽ ബിക്കം ലൈക്ക് ടോ ഡി വൈ ഈസ് ഈക്വൽ ടു സിഗ്മ 1 ഡി ആർ സൈൻ ഫൈ മൈനസ് പി ഡി എസ് കോസ് ഫൈ. ഓക്കെ, ടോ ഡി വൈ ഈസ് ഈക്വൽ ടു സിഗ്മ 1 ഡി, അത് നമുക്ക് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് സിഗ്മ ഓഫ് ഹാർഡ് ഫോഴ്സസ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ 0 എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലെഫ്റ്റ് വേർഡ് വരുന്ന ടോ ഡി വൈ, ദെൻ ലെഫ്റ്റ് വേർഡ് വരുന്ന പി ഡി എസ് കോസ് ഫൈ, അപ്പോൾ എന്ത് വരും, പ്ലസ് പി ഡി എസ് കോസ് ഫൈ, ദെൻ മൈനസ് സിഗ്മ 1 ഡി ആർ സൈൻ ഫൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ടോ ഡി വൈനെ ഒരു ഡയറക്ഷനിലേക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊടുന്ന് ബാക്കിയുള്ള റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഇക്വേഷനിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ടോ ഡി വൈ ഈസ് ഈക്വൽ ടു സിഗ്മ 1 ഡി ആർ സൈൻ ഫൈ മൈനസ് പി ഡി എസ് കോസ് ഫൈ എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് സൈൻ ഫൈക്കും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നതാണ്. ശ്രദ്ധിക്കുക, സോറി സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നതല്ല, നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. സോറി മാറി, ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നതല്ല. ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്കറിയാം ടോ ഡി വൈ ഉണ്ട് നമ്മുടെ പുറത്ത്. അപ്പോൾ അവിടെ ടോ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡി വൈനെ കട്ട് ചെയ്യണം. സോ ഡി വൈ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട എന്താണ്, ത്രൂ ഔട്ട് ദ ഇക്വേഷൻ വി ഹാവ് ടു ഡിവൈഡ് ബൈ ഡി വൈ. സോ ഡി വൈ കൊണ്ട് ത്രൂ ഔട്ട് ദ ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോ ഡി വൈ ബൈ ഡി വൈ എന്ത് വരും, ടോ എന്ന് തന്നെ വരും. ടോ ഇസ് ഈക്വൽ ടു സിഗ്മ 1 സൈൻ ഫൈ ഇൻറ്റു അവിടെ ഡി ആർ ഉണ്ട്, ഡി ആർ ബൈ ഡി വൈ മൈനസ് പി ഡി എസ് ബൈ ഡി വൈ ഇൻറ്റു കോസ് ഫൈ എന്ന് വരും. ഇനി നമ്മളെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി ആർ ബൈ ഡി വൈന് കോസ് ഫൈ ആണെന്ന് കിട്ടും. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ആംഗിൾ എ എന്നുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്, ദെൻ ഒരു ആംഗിൾ ഫൈ ഉണ്ട്. സോ കോസ് ഫൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ രണ്ട് ഫേസുകളെ എ ബി ബി സി എ സി ലെങ്ത്തുകൾ നമുക്ക് ഡി ആറും ഡി എസും ഡി വൈയും ഉണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കോസ് ഫൈ ഈസ് ഈക്വൽ ടു കോസ് ഫൈ ഈസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി വൈ എന്ന് കിട്ടും. അപ്പോൾ ഡി ആർ ബൈ ഡി വൈക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കോസ് ഫൈ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഡി എസ് ബൈ ഡി വൈക്ക് പകരം നമ്മളിവിടെ സൈൻ ഫൈ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു സിഗ്മ 1 സൈൻ ഫൈ കോസ് ഫൈ മൈനസ് പി സൈൻ ഫൈ കോസ് ഫൈ എന്ന് കിട്ടും. സോ അവിടെ സൈൻ ഫൈ ഇൻറ്റു കോസ് ഫൈ ഈസ് കോമൺ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ടോ ഇസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് പി ദെൻ ഹോൾ ബ്രാക്കറ്റിലായി ഇൻറ്റു സൈൻ ഫൈ കോസ് ഫൈ എന്ന് കിട്ടി. ഓക്കെ, ടോ ഇസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് പി ഇൻറ്റു സൈൻ ഫൈ കോസ് ഫൈ. ഇതാണെന്ത് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് ആൾറെഡി സിഗ്മ 1ൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സിഗ്മ 1 കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇതേ ടോപ്പിക്കിൽ തന്നെ നമ്മൾ നേരത്തെ ഒന്ന് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിഗ്മ 1ൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ടോയുടെ ഇക്വേഷനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സിഗ്മ 1ൻ്റെ ഇക്വേഷൻ നമ്മൾ ഈ ടോയുടെ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സിഗ്മ 1ൻ്റെ ഇക്വേഷൻ ആൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. എന്തായിരുന്നു സിഗ്മ 1ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം,
അപ്പോൾ ആ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യുക, നമ്മൾ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാണ്, ഇൻസേർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോയുടെ ഇക്വേഷൻ നേരത്തെ എന്തായിരുന്നു, σ1 മൈനസ് പി ഇൻറ്റു സൈൻ ഫൈ കോസ് ഫൈ. സോ അവിടുത്തെ σ1 പകരം നമ്മൾ എന്ത് ചെയ്യാണ്, σ1 ഇസ് ഈക്വൽ ടു പി എൻ സിക്സ് സ്ക്വയർ ഫൈ മൈനസ് പി ടാൻ സ്ക്വയർ ഫൈ എന്നുള്ളത് എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും, ടോ ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ നോക്കിയാൽ കാണാം പി എൻ സിക്സ് സ്ക്വയർ ഫൈ മൈനസ് പി ടാൻ സ്ക്വയർ ഫൈ മൈനസ് പി ഇൻറ്റു ദെൻ പുറത്തുള്ള സൈൻ ഫൈ കോസ് ഫൈ. ഓക്കെ, സോ അവിടെ നമ്മൾ പി എൻ സിക്സ് സ്ക്വയർ ഫൈ അവിടെ ഇരിക്കട്ടെ, മൈനസ് പി പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 1 പ്ലസ് ടാൻ സ്ക്വയർ ഫൈ എന്ന് ബ്രാക്കറ്റിൽ ഇടാൻ പറ്റും അല്ലേ. ടോ ഇസ് ഈക്വൽ ടു പി എൻ സിക്സ് സ്ക്വയർ ഫൈ മൈനസ് പി ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ ഫൈ ദെൻ ഹോൾ ഇൻറ്റു സൈൻ ഫൈ കോസ് ഫൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ട്രിഗ്നോമെട്രിക് റിലേഷൻസ് കുറേ അധികം നമ്മൾ പഠിച്ചതാണ്. അതിലുണ്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ ഫൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സീക്ക് സ്ക്വയർ ഫൈ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തു. ടോ ഇസ് ഈക്വൽ ടു പി എൻ സിക്സ് സ്ക്വയർ ഫൈ മൈനസ് പി സിക്സ് സ്ക്വയർ ഫൈ ഇൻറ്റു ദെൻ എന്താണ് കോസ് ഫൈ സൈൻ ഫൈ. സോ അവിടെ കോമൺ ആയിട്ട് സിക്സ് സ്ക്വയർ ഫൈ ഉണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ടോ ഇസ് ഈക്വൽ ടു പി എൻ മൈനസ് പി ഇൻറ്റു സിക്സ് സ്ക്വയർ ഫൈ ഇൻറ്റു കോസ് ഫൈ സൈൻ ഫൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. നമുക്കറിയാം സിക്സ് സ്ക്വയർ ഫൈ ഈസ് 1 ബൈ കോസ് സ്ക്വയർ ഫൈ. സോ ടോ ഇസ് ഈക്വൽ ടു പി എൻ മൈനസ് പി ഇൻറ്റു കോസ് ഫൈ സൈൻ ഫൈ ഹോൾ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ ഫൈ. അപ്പോൾ നമുക്ക് ഒരു കോസ് ഫൈയും വേറെ കോസ് ഫൈയും കട്ട് ചെയ്ത് പോകും, ബാക്കി എന്താ ഉണ്ടാവുക, സൈൻ ഫൈ ബൈ കോസ് ഫൈ ഉണ്ടാവും, ഇറ്റ് ഈസ് ടാൻ ഫൈ. So the final equation will be tau is equal to Pn minus P whole into tan phi. It is the final equation for our shear stress. Final equation for our shear stress. Okay. Then നേരത്തെ പറഞ്ഞ പോലെ തന്നെ this equation is applicable for downstream side only. For the upstream side, the magnitude of tau will be same as given by the above equation, but its direction will be reversed. അപ്പോൾ ഈ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഈ ടോ ഇസ് ഈക്വൽ ടു പി എൻ മൈനസ് പി ഹോൾ ഇൻറ്റു ടാൻ ഫൈ എന്ന ഇക്വേഷൻ ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ ഡൗൺ സ്ട്രീം സൈഡ്. ഫോർ അപ്സ്ട്രീം സൈഡ് എന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വിൽ ബി സെയിം. ഇതിൽ കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അത് സെയിം ആണ്, പക്ഷേ അതിൻ്റെ പുറത്തൊരു നെഗറ്റീവ് സൈൻ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം, ഡയറക്ഷൻ ഈസ് റിവേഴ്സ്ഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് കിട്ടും. അതുകൊണ്ട് എന്ത് കിട്ടി, ഹെൻസ് for the upstream side it is negative of our പഴയ ടോ തന്നെ കിട്ടും. ഓക്കെ, then if the tail water is neglected then the shear stress at downstream side is given by tau is equal to Pn tan phi. അതായത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു പി എൻ മൈനസ് പി ഇൻറ്റു ടാൻ ഫൈ ആണ് കിട്ടിയത്. അതിലെ സ്മോൾ പി എന്ന് പറയുന്നത് എന്താണ്, വാട്ടർ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ടെയിൽ വാട്ടർ എന്താണെന്നുള്ള സംഗതി. അപ്പോൾ അപ്സ്ട്രീം സൈഡിൽ വാട്ടർ പ്രഷർ എന്തായാലും ഉണ്ടാവും, കാരണം ഒരു ഡാമാണ്. ഷുവർലി അപ്സ്ട്രീം സൈഡിൽ എന്ത് ഉണ്ടാവും, വാട്ടറിൻ്റെ പ്രഷർ ഉണ്ടാവും, സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ട്രെയിൽ വാട്ടർ എല്ലാ സമയത്തും ഉണ്ടാവണമെന്നില്ല. അതായത് വാട്ടർ ഫ്ലോ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഡൗൺ സ്ട്രീമിൽ വരുന്ന വാട്ടറിൻ്റെ ഒരു പോണ്ടിങ്, അവിടെയുള്ള കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണ് എന്ത്, ടെയിൽ വാട്ടർ എന്ന് പറയുന്നത്. സോ ടെയിൽ വാട്ടറിൻ്റെ പ്രഷർ വരുന്നത് എപ്പോഴാണ്, ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഷിയർ സ്ട്രെസ് കാണുന്ന സമയത്താണ്. അപ്പോൾ ടെയിൽ വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇഫ് ദ ടെയിൽ വാട്ടർ ഈസ് നെഗ്ലക്റ്റഡ് അറ്റ് ദ ഡൗൺ സ്ട്രീം സൈഡ് ദെൻ ദ ഷിയർ സ്ട്രെസ് അറ്റ് ഡൗൺ സ്ട്രീം സൈഡ് ഈസ് ഗിവൺ ബൈ ടോ ഈസ് ഈക്വൽ ടു പി എൻ ഇൻറ്റു ടാൻ ഫൈ. ഓക്കെ, ദെൻ നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ എന്ത് ചെയ്യാണ്, ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ദർ വിൽ ബി ഹൈഡ്രോഡൈനാമിക് പ്രഷർ ഡെവലപ്പിംഗ്. സോ കൺസിഡറിങ് ദ ഹൈഡ്രോഡൈനാമിക് പ്രഷർ ഡ്യൂ ടു എർത്ത് കേക്ക് ദ ഷിയർ സ്ട്രെസ് അറ്റ് ഡൗൺ സ്ട്രീം ഈസ് ഗിവൺ ആസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇക്വേഷനാണ് വരുന്നത്. നോക്കുക, ടോ ഈസ് ഈക്വൽ ടു പി എൻ മൈനസ് പി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, അതിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു, പി എൻ മൈനസ് ഓഫ് ഏതൊക്കെയാണ്, പി മൈനസ് പി ഇ ഡാഷ് ഹോൾ ഇൻറ്റു ടാൻ ഫൈ. നേരത്തെ ഇക്വേഷൻ ജനറലി ടോ ഇസ് ഈക്വൽ ടു പി എൻ മൈനസ് പി ബ്രാക്കറ്റിലായി ഇൻറ്റു ടാൻ ഫൈ ആയിരുന്നു. അവിടെ പി എൻ എന്നുള്ളത് അതുപോലെ തന്നെ, മൈനസും അതുപോലെ തന്നെ. പക്ഷേ പിയുടെ പൊസിഷനിൽ എന്താണ്, പി മൈനസ് പി ഇ ഡാഷ് ആയി മാറി. ഓക്കെ, ഡൗൺ സ്ട്രീം സൈഡിൽ. സിമിലർലി ദ ഷിയർ സ്ട്രെസ് ഫോർ ദ അപ്സ്ട്രീം സൈഡ് ഈസ് ഗിവൺ ആസ്, നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്തു, നേരത്തെ പഴയ നമ്മൾ നോർമൽ പ്രിൻസിപ്പൽ സ്ട്രെസ് പറഞ്ഞപ്പോൾ നമുക്ക് ചെയ്ത പോലെ തന്നെ ഡൗൺ സ്ട്രീമിൽ എടുത്തപ്പോൾ അവിടെ ഇതിവിടെ നമുക്ക് നെഗറ്റീവ് വന്നു, അടുത്തിൽ എന്തായി പോസിറ്റീവ് വരും. നോക്കാം, ടോ ഇസ് ഈക്വൽ ടു പി എൻ മൈനസ് ദെൻ പിയുടെ പൊസിഷനിൽ ബ്രാക്കറ്റിൽ എന്താണ്, പി പ്ലസ് പി ഡാഷ് ഹോൾ ഇൻറ്റു ടാൻ ഫൈ. പി ഡാഷ് പറഞ്ഞ അപ്സ്ട്രീം സൈഡിലെ ഹൈഡ്രോഡൈനാമിക് പ്രഷറാണ്, മറ്റേ പി കൊടുത്തിട്ടുള്ളത്. അതുപോലെ കഴിഞ്ഞ ഇക്വേഷനിൽ തൊട്ട് മുമ്പത്തെ ഇക്വേഷനിലാകുമ്പോൾ പി ഡാഷ് എന്താണ്, ഡൗൺ സ്ട്രീം സൈഡിലെ ഹൈഡ്രോഡൈനാമിക് പ്രഷറാണ്. ഓക്കെ, ആൻഡ് ഹിയർ ഓൾസോ if the upstream phase is vertical, then phi will be equal to 0. അതായത് അപ്സ്ട്രീം സൈഡ് നമ്മുടെ ഡാമിൽ വാട്ടർ നിൽക്കുന്ന
ആ ഒരു ഭാഗത്ത് ഉള്ള ഫേസ് വെർട്ടിക്കലാണെങ്കിൽ നമ്മൾ ആംഗിൾ, അതായത് ഡാമിൻ്റെ ഫേസ് വെർട്ടിക്കലായിട്ട് മേക്കുന്ന ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ആൾറെഡി ഡാമിൻ്റെ ഫേസ് വെർട്ടിക്കലാണെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി ആംഗിൾ, no inclination will be there, so our angle phi will be 0 and hence tau will be also 0. ഓക്കെ, കാരണം എന്താണ്, നമ്മളെ ടോയുടെ ഇക്വേഷൻ നമുക്കറിയാം, എന്താ ജനറൽ ഇക്വേഷൻ തന്നെ എന്താണ്, പി എൻ മൈനസ് പി ഇൻറ്റു ടാൻ ഫൈ ആണ്. സോ നമുക്കറിയാം 0 ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക എന്നുള്ള ഫൈയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവർ ടോ വിൽ ബി 0. സോ ഇതാണ് നമ്മുടെ ഗ്രാവിറ്റി ഡാമിൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, താങ്ക് യു.